അങ്ങനെ അടുത്തൊരു വില്ലേജാണ് ഈ കാണുന്നത്. സിമ്പിൾ വില്ലേജുകളാണ് കേട്ടോ മൊത്തം. ഇത് വലിയൊരു വീട്, ബാക്കിയൊക്കെ വീടുകളൊക്കെ കണ്ടോളിട്ടാ. കന്നുകാലികളൊക്കെ കെട്ടിക്കണോക്കാനെ. ചില്ലമ്പൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്താട്ടെ നമ്മളില്. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ രൂപങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ക ഉൾഗ്രാമട്ടാ, വൈബ് സ്ഥലം. അയ്യോ അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ കന്നാലികളെ, ഇത്രയും തോനെ കന്നാലികളെ ആന്ധ്രാപ്രദേശിക്ക് വന്നപ്പോഴാട്ടോ കാണുന്നത്. ആന്ധ്രാപ്രദേശിക്ക് വന്നപ്പോഴാണ് ഇത്രയും തോനെ കന്നാലികളൊക്കെ കാണുന്നത്. ഒരു ക്ഷേത്രം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു വില്ലേജിലാണ്. ഇവിടെ മെയിനായിട്ടുള്ള വരുമാന മാർഗം, ജീവിതമാർഗം ഒക്കെ ഈ കന്നുകാലികളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഫാം കാര്യങ്ങൾ, വീട് കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ രീതിയാണ്. ഇവരെ മതിലുകൾ എന്ന് പറഞ്ഞ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഇല്ലിക്കൊമ്പുകൾ ശേഖരിച്ചിട്ടാണ് ഇവര് മതിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തൊരു ഏരിയയിൽ ഇതാ പോത്തിന്റെ ഫാം ഇട്ടാ. ഒരുപാട് പോത്തുകളുണ്ട്. റോഡുകളൊക്കെ മോശമാണെന്ന് തന്നെ പറയാട്ടാ. വലിയ ക്വാളിറ്റി റോഡുകളൊന്നല്ല. തമിഴ്നാടാണ് ഏറ്റവും ബെറ്റർ റോഡുകൾ ഉണ്ടായിരുന്നത്. ഇതുപോലത്തെ ഉള്ളേരിയകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പവർഫുൾ ആയിരുന്നു. റോഡുകളൊക്കെ റബ്ബറൈസർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്. അങ്ങനെ നമ്മൾ കുറച്ചും കണ്ട് വന്നപ്പോൾ വീണ്ടും ഒരു വില്ലേജിലേക്കായിട്ട് എത്തിയത്. ഇവിടുത്തെ വില്ലേജുകളൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഓലകള്, അതുപോലെ പനന്റെ ഓല, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ വീടുകൾ കെട്ടിയിട്ടുള്ളത്. ചെറിയ വീടാണ്, ചെറിയൊരു വില്ലേജ്. അവിടെ ഉള്ളിലൊക്കെ ഉണ്ട് ട്ടാ. ഇവിടെ ഇതുപോലത്തെ ഒരു ചെറിയ കട വരുന്നുണ്ട്. ഭയങ്കര വൈബ് ഏരിയ ട്ടാ, വേറെ ലെവൽ എന്ന് വേണേ പറയാ. പിന്നെ ഇവിടെ കന്നുകാലികൾക്കൊക്കെ മെയിനായിട്ട് വൈക്കോൽ തന്നെയാണ് കേട്ടോ കൊടുക്കണത്. വൈക്കോൽ കൂമ്പാരങ്ങൾ കാര്യങ്ങൾ. ഇതാ അപ്പുറത്ത് വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയൊരു വീടതാ. വൈക്കോൽ ഉണ്ടാക്കിയിട്ടുള്ള വീടാട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ആണ്ട് ഉള്ളേരേക്ക് ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു വില്ലേജ് കഴിഞ്ഞ് വീണ്ടും വിജനമായ സ്ഥലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അടുത്തൊരു വില്ലേജിലായിട്ട് എത്തിയിട്ടുള്ളത്. ഇതുപോലത്തെ വെയിറ്റിംഗ് ഷെഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയൊരു വില്ലേജ് ഇട്ടാ. ഇതുപോലത്തെ ഒരു കൊടിമരമൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇതൊരു സ്കൂളാണ് തോന്നുന്നുണ്ട്. ആ സ്കൂളിൻ്റെ മതിൽക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു അമ്പലത്തിൻ്റെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇങ്ങനത്തെ കുറ്റിക്കാടുകളൊക്കെ ആയിട്ടുള്ള ഏരിയ കൂടെ ആയിട്ട് നമ്മൾ പോണത്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ് കേട്ടാ. എത്രങ്ങാനും സ്ഥലം വെച്ചിട്ട് ഒഴിഞ്ഞെടുക്കണേ. പിന്നീട് നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് കയറിയിട്ട് ഇതുപോലത്തെ ഒരു മെയിൻ റോഡിലേക്കാട്ട് എത്തിയിട്ടുള്ളത്. ഈ മെയിൻ റോഡിൻ്റെ ഇരു സൈഡുകളും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണെന്നുള്ളതാണ് കേട്ടാ. റോഡുകളെ കാര്യം പറയുകയാണെങ്കിൽ നീണ്ട് കിടക്കണം കേട്ടാ രണ്ട് സൈഡിക്കും. ഈ ഒരു മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടാ. ആ മരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നീണ്ട് നീണ്ട് കിടക്കുന്നുണ്ട്. ഒരു തോട്ട അതിൻ്റെ. ആ മരത്തിന്റെ ഒരു തോട്ടമാണ് കേട്ടോ, വലിയ തോട്ടം. ഇതെന്ത് മരാന്ന് അറിയണവരുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കും. മെയിൻ റോഡ് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല ചേട്ടാ. നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ചെറിയ റോഡാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു രസം നോക്കുകയാണ് നിങ്ങള്.
നമ്മുടെ യാത്രയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. നമുക്ക് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട് അതാണ്. വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.